ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ചവറ തെക്കുംഭാഗം സ്വദേശിനി യുവതി നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്നാണ് പറയുന്നത്. ഭർത്താവ് സതീഷ് മദ്യപിച്ചതിന് ശേഷം ക്രൂരമായി ഇവരെ മർദ്ദിക്കുമായിരുന്നുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതുപോലെ ചവറ തെക്കുംഭാഗം വീട്ടിൽ നിന്ന് മനീഷ് മഹിബാലും ചേരും. ദുബായിൽ അരുൺ പാറാട്ട് നമുക്കുണ്ട്. അരുൺ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാർജയിൽ നിന്ന് രണ്ടാമത്തെ സംഭവമാണ് വിഭജിക, അതിനുശേഷം അതുല്യമായ പീഡനമാണ് ഈ കുട്ടി അനുഭവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളൊക്കെ ഇത്തരം പീഡനങ്ങളൊക്കെ സഹിച്ച് ഭർത്താവിൻ്റെ കൂടെ കഴിയുമോ, വിട്ടുപോരേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ഈ കുട്ടി ഏതാണ്ട് 10-11 വർഷമായി കല്യാണം കഴിച്ചതിന് ശേഷം ഇത്രയധികം കാലം കൊടിയ പീഡനത്തിനിരയായിട്ടും ഈ കുട്ടി വിട്ടുപോരാൻ തയ്യാറായില്ല? പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ചക്കിടെ സമാനമായ രീതിയിൽ 2 മരണങ്ങളാണ് ഈ ഷാർജയിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം വിഭജികയുടെയും മകളുടെയും മരണം ഉണ്ടാക്കിയ ഒരു വലിയ നടുക്കമുണ്ട്. ഈ ഒരു നടുക്കത്തിൽ നിന്ന് പ്രവാസി സമൂഹം മുക്തമായി വരുന്ന ഇടയിലാണ് ഷാർജയിൽ തന്നെ ഇന്നലെ ഭർത്താവിന്റെ പീഡനം ആരോപിച്ച് ഒരു യുവതി കൂടി ജീവനൊടുക്കിയിരിക്കുന്നത്. കൊല്ലം സ്വദേശികളാണ് മരിച്ച 2 പേരും എന്ന സമാനത കൂടിയുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയാണ് അതുല്യ സതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജ റോളയിലാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെയുള്ള ഫ്ളാറ്റിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവുമായി വലിയ പ്രശ്നത്തിലാണ് ഇവർ ഉണ്ടായിരുന്നതെന്നും ഇതാണ് മരണത്തിന് പിന്നിലെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ അതുല്യയുടെ സഹോദരി അടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇരുവരും നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു എന്നാണ് ഈ സഹോദരി ഉൾപ്പെടെ പറയുന്നത്. സംഭവ ദിവസവും രാത്രി ഇരുവരും വഴക്കുണ്ടാക്കിയെന്ന് തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സതീഷ് വലിയ മദ്യപാനിയായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ഈ മദ്യപിച്ച ശേഷം അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു ഘട്ടത്തിൽ ഷാർജ പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടം വരെ പോയിട്ടില്ല എന്നും അതിനിടയിൽ തന്നെ ഇരുവരും സമവായത്തിലെത്തി എന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തോന്നും. പക്ഷേ ഭർത്താവ് വീണ്ടും ഭാര്യയെ സ്നേഹം നടിച്ച് തിരികെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സതീഷിനോട് അതിലേക്ക് വലിയ സ്നേഹമായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്ന അന്ന് രാത്രി വലിയ മർദ്ദനം സംഭവിച്ചിരുന്നു. അതിനുശേഷം സതീഷ് കൂട്ടുകാരോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയുമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജ്മാനിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് പുലർച്ചെ തിരികെ എത്തിയപ്പോൾ അതിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് അറിയിച്ചത്. ഇന്നലെ ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുല്യ. ഈ ഒരു സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇത് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് മരണത്തിനൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജന്മദിനമായിരുന്നു. ആ ഒരു സമയത്ത് വലിയ സന്തോഷത്തോടു കൂടിയാണ് അതിൽ പെരുമാറിയിരുന്നതെന്നും അതിനുശേഷം വീട്ടിൽ ചെന്ന ശേഷം ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടക്കേണ്ട ഒരു കാര്യമില്ല എന്നുമാണ് ബന്ധുക്കൾ എല്ലാവരും തന്നെ ആരോപിക്കുന്നത്. ദുബായിൽ ഒരു എഞ്ചിനീയറാണ്, ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലാണ് സതീഷ് വർഷങ്ങളായി തന്നെ ജോലി ചെയ്യുന്നത്. കർക്കശമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഷാർജ പോലെ ഒരു രാജ്യത്ത് ഈ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും ഈ സതീഷിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കഴിയുന്നൊരു സാഹചര്യം ഷാർജയിലുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. ഗാർഹിക പീഡനത്തെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിയമമുള്ള ഒരു സ്ഥലമാണ് UAE. പക്ഷേ ഇത് നിയമ സംവിധാനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് കഴിയാതെ പോകുന്നതും അതുതന്നെയാണെന്നാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ നിരവധി അസോസിയേഷനുകളുണ്ട്, ഇതിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരുടെ എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഇവരുടെ നമ്പറുകളെല്ലാം അവൈലബിൾ ആണ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം. പക്ഷേ അതിലേക്ക് പോകാൻ ഈ പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല. ഇതൊരു കൃത്യമായി തന്നെ ഇവിടെയുള്ള അസോസിയേഷനുകളും സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഈ ഒരു വിഷയം ഇനിയെങ്കിലും കൃത്യമായി ടേക്കപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് കൂടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മെ